ഹായ് മക്കളെ, ഇനി നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോംപ്ലക്സ് നമ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് P equal to Z belongs to complex number such that mod Z plus 2 minus 3i less than or equal to 1. അല്ലെ, അത് നമുക്കറിയാം. അത് കണ്ടാൽ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു സർക്കിളിന്റെ ഉള്ളിലത്തെ റീജിയൻ ആണ്. ഓക്കെ, എനിവേ അത് അറിഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. Q എന്താ? Q equal to Z into 1 plus I plus Z bar into 1 minus I less than or equal to minus 8. അതും ഒരു ലൈനിന്റെ ഇപ്പുറത്തോട്ടുള്ള റീജിയൻ ആണ്. അതും അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പിന്നെ പറഞ്ഞ എന്താ, ലെറ്റ് ഇൻ P ഇന്റർസെക്ഷൻ Q, അതായത് പിയിലും ക്യൂവിലും കോമൺ ആയിട്ടുള്ള റീജിയനിൽ mod Z minus 3 plus 2i be maximum and minimum at Z1 and Z2 respectively. Then we have to find the value of mod Z1 സ്ക്വയർ പ്ലസ് ഇത് മോഡ് Z2 ആണ്. മോഡ് Z2 സ്ക്വയർ കാണണം, 2 into മോഡ് Z2 സ്ക്വയർ കാണണം. അത് ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 2 എന്ന് കിട്ടും. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പറയുന്ന എന്താ, ഈ ഒരാളാണ്. അതാരാ നോക്കുക, മോഡ്ലസ് ഓഫ് Z plus 2 minus 3i ലെസ് ദാൻ ഓർ ഈക്വൽ 1 അല്ലെ. അപ്പൊ നോർമലി നമ്മൾ ആദ്യം ഒരു കോംപ്ലക്സ് നമ്പർ ക്വസ്റ്റ്യൻ ഇതേ ഷിഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, സെഡിന് പകരം എക്സ് പ്ലസ് IY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ചെയ്യാം, അല്ലാതെ തന്നെ ഇത് കാണുമ്പോൾ സർക്കിൾ ആണ്, സെന്റർ -2,3 ആണെന്ന് അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എനിവേ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെഡിന് എക്സ് പ്ലസ് വൈ കൊടുത്ത് എന്തായി മാറി, എക്സ് പ്ലസ് IY പ്ലസ് 2 minus 3i മോഡ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ 1 അല്ലേ. ഇതെന്താവും, എക്സ് പ്ലസ് 2. ദെൻ ഇവിടെ ഐ കോമൺ ആക്കി എടുത്ത് എന്താ പറയാ, പ്ലസ് I into y minus 3ന്റെ മോഡുലസ് അല്ലേ, എന്താ വരിക, ലെസ് ദാൻ ഓർ ഈക്വൽ 1 അല്ലേ. എടാ ഇയാളുടെ മോഡുലസ് എന്താ, ഇയാളുടെ മോഡുലസ് എന്ന് പറയാം റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y minus 3 ഹോൾ സ്ക്വയർ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ 1 അല്ലേ. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കിട്ടും, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്താൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y minus 3 ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ 1 കിട്ടി. ഇതാണ് ഒന്നാമത്തെ കർവ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ കർവ് വരക്കാണ്. ആ കർവ് ആരാ, സർക്കിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എടാ ആ സർക്കിളിന്റെ സെന്റർ ആരാ, ഇത് -2,3 അല്ലേ വരിക. സോ സർക്കിളിന്റെ സെന്റർ -2,3. ഓക്കെ, ആ സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം എന്താണ്, 1 ആണെന്ന് പറയാം. ആ സർക്കിളിന്റെ റേഡിയസ് 1 ആണ് അല്ലെ. ദെൻ ഈക്വൽ ടു 1 അല്ലല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ 1 അല്ലേ. ആ ലെസ് ദാൻ ഓർ ഈക്വൽ 1 എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ ഉള്ളിലത്തെ റീജിയൻ ആണെന്ന് നമുക്കറിയാലോ അല്ലെ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആള് എന്താണ്, ഈ സർക്കിളിന്റെ ഉള്ളിലത്തെ റീജിയൻ മുഴുവനുമാണ്. അത് കിട്ടി അല്ലെ. ഇനി അടുത്ത ആളാരാ, യെസ്, അടുത്ത ആൾ ഇതാ ഈ കാണുന്ന ഫംഗ്ഷൻ ആണ് അല്ലെ. അത് എഴുതാം. അതെന്താ ഫംഗ്ഷന്, എന്താ, Z into 1 plus I plus Z bar into 1 minus I ലെസ് ദാൻ ഓർ ഈക്വൽ ടു -8 അല്ലേ. അല്ലെ, Z ആർ എക്സ് പ്ലസ് IY അല്ലേ. സോ ആ എക്സ് പ്ലസ് IY സെഡിന് കൊടുത്താൽ എന്ത് വരും, എക്സ് പ്ലസ് IY ഇൻറ്റു 1 പ്ലസ് I പ്ലസ് ആരാ Z ബാർ എക്സ് മൈനസ് IY അല്ലേ. സോ എക്സ് മൈനസ് IY ഇൻറ്റു 1 മൈനസ് I ലെസ് ദാൻ ഓർ ഈക്വൽ -8 കിട്ടുമല്ലോ അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ബ്രാക്കറ്റ് പൊട്ടിക്കുക. അപ്പൊ എന്താ മാറും, എക്സ് ഇൻറ്റു 1 എക്സ് ആണ്, പ്ലസ് എക്സ് ഇൻറ്റു IY IX ആണ്, പ്ലസ് IY ഇൻറ്റു 1 IY ആണ്, പ്ലസ് IY ഇൻറ്റു I സ്ക്വയർ Y, അപ്പൊ മൈനസ് Y ആണ്. പ്ലസ് ഇവിടെയും അതേപോലെ ചെയ്താൽ എക്സ് ഇൻറ്റു 1 എന്താ, എക്സ് ആണ്, ദെൻ എക്സ് ഇൻറ്റു മൈനസ് I മൈനസ് XY ആണ്, ദെൻ മൈനസ് IY ഇൻറ്റു 1 എന്താ, മൈനസ് IY ആണ്, ദെൻ മൈനസ് IY ഇൻറ്റു മൈനസ് I എന്താ, മൈനസ് പോയ I സ്ക്വയർ Y അല്ലേ, അത് -Y ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ -8 അല്ലേ. എടാ IXും IXും മൈനസ് IXും പോയില്ലേ, IYയും ഇവിടെ IYയും പോയില്ലേ. ബാക്കി ആരാ, എക്സ് പ്ലസ് എക്സ് 2x ആണ്, -Y -2y ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ -8 അല്ലേ. വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ എന്തായി മാറും, എക്സ് -y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4. അതല്ലേ ലൈന് അല്ലെ. സോ രണ്ടാമത്തത് ഒരു ലൈൻ കിട്ടിയില്ലേ. ലൈൻ എല്ലാം ഒരു റീജിയൻ ആണ് അല്ലെ. എക്സ് -y ഈക്വൽ ടു -4 എന്താണ്, ഒരു ലൈനാണ്. അപ്പൊ എക്സ് -y ലെസ് ദാൻ ഓർ -4 എന്താ, ആ ലൈനിന്റെ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ റീജിയൻ ആവില്ലേ, അറിയാം. അപ്പൊ എന്താ, എക്സ് -y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ആണ്.
ഓക്കെ, അത് ഞാൻ മാർക്ക് ചെയ്യാണ്. സോ നമുക്ക് ആദ്യം ലൈൻ വരക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു -4 വരക്കാം. അപ്പൊ എന്താ വരിക, അത് പാസ് ചെയ്യുന്ന പോയിന്റുകൾ എടാ എക്സ് മൈനസ് വൈ ഈക്വൽ ടു -4 എങ്ങനെ വരക്കുക? എക്സ് 0 ആയാൽ വൈ എന്താണ്? 4 അല്ലേ? എക്സ് 0 ആയാൽ വൈ 4, ദെൻ വൈ 0 ആയാൽ എക്സ് എന്താ? -4 അല്ലേ വരിക? സോ ഇതല്ലേ നമ്മുടെ ലൈൻ. ഏത്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു -4 എന്ന ലൈൻ ഇതാണ് അല്ലെ? ഇതാണ് എന്ത്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു -4. നമുക്ക് എന്താ വേണ്ടത്? എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ -4 അല്ലേ? അപ്പൊ അറിയാം, ഇത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -4 ആണെങ്കിൽ അതിന്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ആണെന്ത്? എക്സ് മൈനസ് വൈ ലെസ് ദാൻ -4 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? എടാ റൈറ്റിലോ ലെഫ്റ്റിലോ ഒരു പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ റൈറ്റിൽ ഒരു പോയിന്റ് അല്ലേ 0 0, ആ 0 0 ഇവിടെ കൊടുക്കുക. അപ്പൊ എന്താ മാറും? 0 -0 0 ലെസ് ദാൻ ഓർ ഈക്വൽ -4. കറക്റ്റ് ആണോ? 0 -4 കുറവാണോ? അല്ലല്ലോ, 0 -4 കൂടുതലല്ലേ? അപ്പൊ ഈ പോയിന്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ലെഫ്റ്റിലല്ലേ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ? സോ ഇതിന്റെ റീജിയൻ എന്താ? ഇതിന്റെ ലെഫ്റ്റ് ആണ്. ഓക്കെ, മറ്റേത് സർക്കിളിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ. മറ്റേ സർക്കിളിന്റെ ഉള്ളിലാണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് കണ്ടു. അതായത് ഈ ഗ്രാഫും ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇൻ പി ഇന്റർസെക്ഷൻ ക്യൂ. എടാ ഇതല്ലേ നമ്മുടെ പി, സർക്കിൾ അല്ലേ നമ്മുടെ പി, ലൈൻ അല്ലേ നമ്മുടെ ക്യൂ. പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് രണ്ട് റീജിയൻ വേണ്ടേ? അതായത് ഈ ലൈനിന്റെ ലെഫ്റ്റിലും ആവണം, സർക്കിളിന്റെ ഉള്ളിലും ആവണം. ആ റീജിയന്റെ ആ ലൈനിന്റെ ലെഫ്റ്റിലും ആവണം, സർക്കിളിന്റെ ഇൻസൈഡും ആവണം. ഏതാ റീജിയൻ വരാ? ഇതല്ലേ റീജിയൻ വരാ അല്ലെ? സോ ഇതല്ലേ പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ. ഇതാണ് പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കിട്ടി അല്ലെ? വളരെ ബേസിക് ആയുള്ള ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം? മോഡ് z-3 + 2i ബി മാക്സിമം ആൻഡ് മിനിമം അറ്റ് Z1 ആൻഡ് Z2 റെസ്പെക്റ്റീവ്ലി. അതായത് ഇനി പറയുന്ന കാര്യമാണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻ പി ഇന്റർസെക്ഷൻ ക്യൂ, പി ഇന്റർസെക്ഷൻ ക്യൂവില് അല്ലെ? ആരാ പി ഇന്റർസെക്ഷൻ ക്യൂ? ഈ പി ഇന്റർസെക്ഷൻ ക്യൂവിൽ ഒരുപാട് പോയിന്റുകളില്ലേ അല്ലെ? അപ്പൊ ഇതിൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഏതോ 2 പോയിന്റ് ആണെന്ത്? Z1 ഉം Z2. ഓക്കെ, നോക്ക. ലെറ്റ് ഇൻ പി ഇന്റർസെക്ഷൻ ക്യൂ Z-3 + 2i ഈസ് മാക്സിമം ആൻഡ് മിനിമം അറ്റ് Z1 ആൻഡ് Z2 റെസ്പെക്റ്റീവ്ലി. മക്കളെ, അതായത് പറയുന്ന കാര്യം, പി ഇന്റർസെക്ഷൻ ക്യൂവിൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. അതാണ് Z എന്ന് പറഞ്ഞാൽ. അപ്പൊ Z- എന്താണ്? Z-2 + 3i 3 + 2i മാക്സിമം ആണ് അല്ലെങ്കിൽ മിനിമം ആണ്. ഓക്കെ, Z-3 + 2i മാക്സിമം ആണ് മിനിമം ആണ്. എന്താ Z-3 + 2i എന്ന് പറഞ്ഞാൽ? എടാ Z-Z1 എന്ന് പറഞ്ഞാല് Z ഉം Z1 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? നമുക്കറിയാം. ഇതിനെ ഞാൻ എന്ത് ചെയ്താം? Z-3 - 2i എന്നതാണോ? ഇതിന്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് Z-3 - 2i എന്ന് പറഞ്ഞാല് Z ഉം 3 - 2i തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ? അത് മാക്സിമം ആണ് മിനിമം. ഈ 3 - 2i എന്ന് പറഞ്ഞാൽ പോയിന്റ് ഏതാ? 3 - 2 അല്ലേ? 3 - 2 ഇതാണ്. ദെൻ Z എന്ന് പറഞ്ഞാൽ ഈ റീജിയനിലെ ഏത് പോയിന്റ് ആവാം. ഓക്കെ, സോ ആ റീജിയനിലെ ഏതൊരു പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ്. മാക്സിമം ആണ് ആര്? Z1. മാക്സിമം ആണ് Z1, മിനിമം ആണ് എന്ത്? Z2. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കാണ് വലിയ കാര്യം. ഓക്കെ, ആദ്യം നാല് നോക്കുക. ഇയാളുടെ മാക്സിമം ആണ് Z1, ഇയാളുടെ മാക്സിമം ആണ് Z1, അയാളുടെ മിനിമം ആണ് Z2. മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാ ഈ പോയിന്റും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ? ദെൻ ഈ പോയിന്റ് അറിയാം 3, -2 ആണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ Z എന്ന് പറഞ്ഞ ഈ റീജിയനിലെ ഏതോ ഒരു പോയിന്റ് അല്ലേ? എങ്ങനെ മാക്സിമം ആവാ? ഇതാ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അത് ഒറിജിനിലൂടെ പാസ് ചെയ്യണം എന്ന് നിർബന്ധമല്ല, അത് നമ്മൾ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. എനിവേ അതെന്ത് ചെയ്യണം? ഈ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം അല്ലെ? അത് അവിടുന്ന് മാക്സിമം ഡിസ്റ്റൻസ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ മാക്സിമം ആവാ? മിനിമം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ മിനിമം ആവാ? ഒന്നാലോചിച്ച് നോക്കി. ഈ പോയിന്റിൽ നിന്ന് ആ റീജിയനിലേക്ക് മാക്സിമം എന്താണ്? ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസ് ആണ്. മിനിമം ഏതാണ്? ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് നമുക്ക് കണ്ടാ പോരെ മക്കളെ അല്ലെ? ആ പോയിന്റ് എങ്ങനെ കാണാം? ആ പോയിന്റ് ഈ ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലെ? അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ ലൈനിന്റെ ഇക്വേഷൻ എന്താ? X - y = -4 അല്ലേ?
ദെൻ ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടിയാലേ അത് രണ്ടും സോൾവ് ചെയ്താൽ പോരെ, ആൻസർ ആയില്ലേ അല്ലെ. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ, ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ് അറിയാലോ. അങ്ങനെ ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ മക്കളെ, ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ, m = y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലേ വരിക. എന്താ -2 - 3 -5 3 - -2 5. അപ്പൊ സ്ലോപ്പ് എന്താ -1 അല്ലെ. അങ്ങനെ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ, പോയിന്റ് സ്ലോപ്പ് ഫോം y - y1 = m × x - x1 അല്ലേ. എന്തുവരും y - y1 ആരാ -2 m × x - x1 അല്ലേ. അപ്പൊ എന്തുവരും y + 2 = -x + 3 അല്ലെ. ഇത് ഇങ്ങോട്ട് പോയാലോ x + y, ഇത് ഇങ്ങോട്ട് വന്നാല് 1 അല്ലേ അല്ലെ. അപ്പൊ ഈ ലൈൻ ഏതാ, ഈ ലൈൻ ഏതാ, x + y = 1 ആണ്. അപ്പൊ ഈ ലൈൻ x + y = 1 ആണെങ്കിൽ ഈ ലൈൻ ഏതാ, x - y = -4 അല്ലേ. അപ്പൊ ഈ പോയിന്റ് എങ്ങനെ കിട്ടുക, ഈ ലൈനും സോൾവ് ചെയ്താൽ പോരെ. സോൾവ് ചെയ്യാം, ശ്രദ്ധിക്കുക ഏതൊക്കെയാ, x + y = 1, x + y = 1 ഉം പിന്നെ ഏതാ x - y = -4 ഉം. രണ്ടും ആഡ് ചെയ്താൽ 2x, y + -y 0, 1 - 4 -3. അപ്പൊ x എന്താ -3/2. ഓക്കെ, രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ x ഉം x ഉം പോയി, y - -y 2y, 1 - -4 5, y ആരാ 5/2 അല്ലെ. അപ്പൊ ആ പോയിന്റ് കിട്ടിയില്ലേ, ഈ പോയിന്റ് ഏതാ, ആ പോയിന്റിൽ x എന്താണ് -3/2 ആണ്, y എന്താണ് 5/2 ആണ്. കിട്ടിയാലോ അല്ലെ. അങ്ങനെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ മിനിമം എന്ന് പറയാ Z1 അല്ലെ. ആ Z1 കാണാലോ, മിനിമം ഡിസ്റ്റൻസ് അല്ലേ ഉണ്ട്. യെസ്, Z1 എന്താ, യെസ് മാക്സിമം ആണ് മിനിമം ആയിട്ട് Z1 Z2 അല്ലെ. ഡിസ്റ്റൻസ് കാണേണ്ട ആവശ്യമില്ല, മാക്സിമം ആൻഡ് മിനിമം ആയിട്ട് Z1 ആൻഡ് Z2 ആണ് വേണ്ടത്. അപ്പൊ എന്താ Z1 കിട്ടി, ഇനി ആര് വേണം, Z2 വേണ്ടേ, Z1 ആരാ, അപ്പം Z1 ആരാ, x + iy അല്ലേ. x ആരടാ -3/2 അല്ലേ. അപ്പൊ എന്താ -3/2 + 5/2 i Z1 അതാണ് എന്ത്, സോറി Z1 അല്ല, അത് മിനിമം അല്ലേ. അപ്പൊ Z2 ആണ്. ഇപ്പൊ കണ്ടുപിടിച്ച ആരാ, മിനിമാണ്. ഇനി ആരെ കാണണം, മാക്സിമം കാണണ്ടേ. മാക്സിമം എന്ന് പറഞ്ഞാല് ഈ പോയിന്റ് അല്ലേ മാക്സിമം. ആ പോയിന്റ് കിട്ടാന് ഈ ലൈനും ഈ സർക്കിളും സോൾവ് ചെയ്യണ്ടേ അല്ലെ. ആ ലൈനും ആ സർക്കിളും സോൾവ് ചെയ്യാം. ലൈൻ ഏതാ, x + y = 1. സർക്കിൾ ഏതാ മക്കളെ, സർക്കിൾ ഏതാ, x² x + 2 ² + y - 3 ² = 1 അല്ലേ. x + 2 ² + y - 3 ² = 1 അല്ലെ. എടാ ഇവിടുന്ന് y എന്താക്കിയതാ, y = 1 - x അല്ലേ. അത് ഇവിടെ കൊടുത്താൽ എന്തായി മാറും, x + 2 ² + y ആരാ 1 - x, അത് കൊടുത്താൽ എന്തായി 1 - x - 3 ² അല്ലേ = 1 അല്ലെ. അപ്പൊ എന്താ ഇവിടെ, യെസ് x + 2 ² എടാ ഇവിടെ 1 - 3 - 2 അല്ലേ. അപ്പൊ -2 - x² അല്ലേ. -2 - x² എന്ന് പറഞ്ഞാൽ ആ മൈനസിന് ഒഴിവാക്കിയിട്ട് സ്ക്വയർ ചെയ്യുന്നില്ലേ. അപ്പൊ എന്താ വരിക, x + 2 ² അല്ലേ വരിക, എന്ത് വരിക = 1. അപ്പൊ എന്തായി 2 × x + 2 ² = 1 അല്ലേ. അപ്പൊ x + 2 ² ആരാ 1/2 അല്ലേ. അപ്പൊ x + 2 ആരാ മക്കളെ, +or - 1/√2 അല്ലേ. അപ്പൊ x ആരാ -2 +or - 1/√2. അപ്പൊ എക്സിന് 2 വാല്യൂസ് കിട്ടി. ഏതൊക്കെയാ, ഒന്ന് -2 + 1/√2 ആണ്, മറ്റേതോ -2 - 1/√2 ആണ്. ഇതിൽ ഏതാണ് വാല്യൂ, എന്തുകൊണ്ടാണ് 2 വാല്യൂ കിട്ടിയത്. ആ 2 വാല്യൂ കിട്ടാൻ കാരണം ഈ 2 പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. ഒന്ന് ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്, സോ ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ 2 പോയിന്റിൽ കൂട്ടിമുട്ടുന്നത് കൊണ്ടാണ് 2 വാല്യൂ കിട്ടിയത് അല്ലെ. അതിൽ ഏത് പോയിന്റാണ് നമ്മൾ എടുക്കുക, അതിൽ ഈ പോയിന്റ് അല്ലല്ലോ വേണ്ടത്, നമുക്ക് വേണ്ടതാ ഈ പോയിന്റ് അല്ലേ, മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ x -2 ചെറിയ വാല്യൂ അല്ലേ, ഈ x അല്ലേ വലിയ വാല്യൂ അല്ലെ. സോ ഏറ്റവും വലിയ നെഗറ്റീവ് വാല്യൂ, ഐ മീൻ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം പറയുന്നത് കേട്ടോ, അത് ഇങ്ങോട്ടുള്ള മാഗ്നിറ്റ്യൂഡാണ് വലുത് അല്ലെ. അപ്പൊ ഇതിലാരാ എടാ -2 + 1/√2 എന്ന് പറഞ്ഞാൽ ഇത്ര അല്ലേ വരാ, ഇതല്ലേ -2 + 1/√2 വരാ, ഇതല്ലേ -2 - 1/√2 വരാ. അപ്പൊ നമ്മളാളാരാ x ആരാ -2 - 1/√2 അല്ലേ എടുക്കുക
കാര്യം മനസ്സിലായിണ്ടാവും. ഇതിൽ ആരാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ അയാളെ വേണം എടുക്കാൻ. മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആയിരിക്കാം -2 -1/√2 ആണ്. ഓക്കെ, അപ്പൊ എക്സ് കിട്ടി അല്ലെ. ഇനി വൈ ആരാ? വൈ നമുക്കറിയാം, വൈ 1 - x അല്ലേ. വൈ ആരാ? 1 - x ആണ്. അപ്പൊ എന്ത് വരിക? 1 - x ആരാ? -2 -1/√2 അല്ലേ. അപ്പൊ എന്തുവരും? y = മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ 1 + 3 + 1/√2. സോ 1 + 2 + 1/√2 എന്താ? y = 3 + 1/√2. സോ ആ കോംപ്ലക്സ് നമ്പർ ആരാ? ഇത് മാക്സിമം അല്ലേ. മാക്സിമം z1 അല്ലേ. z1 എന്ത് വരും? x ആരാ? -2 -1/√2. y ആരാ? I 3 + 1/√2. z1 കിട്ടി. z2 ആരായിരുന്നു? z2 -3/2 + 5/2 i അല്ലേ. ഇതും കിട്ടി അല്ലെ. ഇനി ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? mod z1 square + 2 mod z2 square അല്ലേ. mod z1 square + 2 mod z2 square that equal mod z1 square. എടാ z1 ഇയാളല്ലേ. അയാളുടെ മോഡുലസ് എന്തായിരിക്കും? മോഡുലസിന്റെ സ്ക്വയർ എന്തായിരിക്കും? മോഡുലസ് √3/2 സ്ക്വയർ + 5/2 സ്ക്വയർ അല്ലേ. അയാളുടെ സ്ക്വയർ എന്തായിരിക്കും? നമുക്കറിയാം 3/2 സ്ക്വയർ + 5/2 സ്ക്വയർ. മൈനസ് ഉണ്ടാവും, പോട്ടോ. പിന്നെ റൂട്ട് ഉണ്ടാവും, അത് സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകില്ലേ? പോകും. +2 ഇൻറ്റു മോഡുലസ് ഓഫ് z2 സ്ക്വയറോ? ഇതാ z2 എന്ന് പറഞ്ഞാൽ, സോറി ഇത് z1 അല്ലേ. z1 അയാളല്ല കേട്ടോ. z1 ഇതാ ഇയാളാണ് z1 അല്ലെ. അപ്പൊ അയാളുടെ സ്ക്വയർ എന്തായിരിക്കും? -2 -1/√2 സ്ക്വയർ +3 + 1/√2 സ്ക്വയർ +2 ഇൻറ്റു എന്താ? മോഡുലസ് ഓഫ് z2 സ്ക്വയർ വരിക. z2 എന്താണ്? -3/2 + 5/2 അല്ലേ. അപ്പം തരും 3/2 സ്ക്വയർ + 5/2 സ്ക്വയർ അല്ലെ. എടാ ഈ മൈനസ് ഞാൻ എനിക്ക് ക്യാൻസൽ ചെയ്യാലോ. കാരണം എന്താ? സ്ക്വയർ ആകുമ്പോൾ മൈനസ് പോകും. അപ്പൊ 2 + 1/√2 സ്ക്വയർ ഇതെന്താ വരിക? a² + b² 2ab 4/√2. ഇതോ a² 9 b² 1/2 2ab 6/√2 അല്ലെ. +2 ഇൻറ്റു ഇതെന്താ വരിക? 3/2 സ്ക്വയർ 9/4 5/2 സ്ക്വയർ 25/4 ആണ് അല്ലെ. എടാ 1/2 + 1/2 1 അല്ലേ. ദെൻ 4 + 9 13 അല്ലേ വരിക. 13 + yes 4 + 9 is 13 13 + 1 എന്താ? 14 വരൂല്ലേ. +4/√2. എടാ പിന്നെ 4/√2 + 6/√2 എന്താ? 4/√2 + 6/√2 അത് 10/√2 ആണ് അല്ലെ. പ്ലസ് ഇത് 9/4 + 25/4 ആണ്. എന്താ 9/4 + 20/4 25/4 30 yes 2 ഇൻറ്റു 34/4 അല്ലേ വരിക അല്ലെ. ഇതെന്താ വരിക? 2 പോവും, ബാക്കി 17 വരില്ലേ അല്ലെ. സോ 17 + 14 എന്താ? 31 അല്ലെ. 31 + 10/√2. സോ 31 + എന്താ? 10/√2 അത് 5/√2 അല്ലേ വരിക. 31 + 5/√2 വരും. ഇതെന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? ആൽഫ + β√2 അല്ലേ. ആൽഫ + β√2 ആൽഫ + β√2. അപ്പൊ ആൽഫ ആരാ? 31, ബീറ്റ ആരാ? 5. എന്താ കാണുന്നത്? ആൽഫ + ബീറ്റ ഉണ്ട്. എന്താ വരിക? 31 + 5 ആൻസർ ഈസ് 36 ആണ്. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 36 ആണ് വരിക. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യമാണ് ആ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഇത് ലെങ്തി ആണെന്ന് ചോദിച്ചാൽ ലെങ്തി ആണ്, പക്ഷെ എന്താണ്? വൃത്തിയായിട്ട് ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഐഡിയാസ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.